ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള ലിറ്റിൽ ക്രോഷ്യ ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ക്രോഷ്യയാണും അതിന് മാച്ച് ആയിട്ടുള്ള ഹുക്കും കൂടെ എടുക്കാം. ആദ്യം തന്നെ നമ്മളൊരു മാജിക് റിങ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 4 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് യാർണിനെ 2 വട്ടം റോൾ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോയി വർക്കിംഗ് യാർണിനെ പുൾ ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് ടോട്ടൽ 4 സ്ട്രിങ് ഉണ്ടാവും നമ്മുടെ ഹുക്കിൽ. ഇനി വർക്കിംഗ് യാർണിനെ പുൾ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ലാസ്റ്റ് ഒരു വട്ടം കൂടെ എടുക്കണം. ഇങ്ങനത്തെ ടോട്ടൽ 3 ട്രിപ്പിൾ ക്രോഷ്യേഴ്സ് നമുക്ക് ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ 1 ചെയ്തു, ഇനി 2 എണ്ണം കൂടെ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വട്ടം യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോയി വർക്കിംഗ് യാണിനെ പുൾ ചെയ്ത് 2 എണ്ണം വെച്ചിട്ട് നമ്മൾ ക്രോഷ്യ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതുപോലത്തെ നമുക്ക് 3 എണ്ണം വേണം, അതായത് ഇനി 2 എണ്ണം കൂടെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ടിൻ്റെ ഹാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ തിരിച്ച് ചെയ്യാൻ പോവാണ്. അതായത് ആദ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം, അതിനുശേഷം 3 ട്രിപ്പിൾ ക്രോഷ്യ. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ പാറ്റേൺസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയി എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റിച്ചസ് ഒന്നും അറിയില്ല എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസും അതേപോലെ മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യുക അതൊക്കെ ഒന്ന് നോക്കാം. അതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യയും 3 ഡബിൾ ക്രോഷ്യയും ചെയ്തു കഴിഞ്ഞു. ഇനി 4 ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് ലാസ്റ്റ് ആയിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വർക്കിംഗ് യാൺ ഓവർ ചെയ്തിട്ട് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ പോയി വർക്കിംഗ് യാണിനെ പുൾ ചെയ്തെടുത്ത് ഇതിൻ്റെ 2ൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം. ലാസ്റ്റ് ആയിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ടോട്ടൽ 2 ത്രെഡ്സ് കിട്ടും. ഒന്ന് മാജിക് റിങ്ങിൻ്റെയും പിന്നെ ഒന്ന് നമ്മുടെ ഈ സ്റ്റിച്ചസിൻ്റെയും. ഇത് രണ്ടും ഒന്ന് നമുക്ക് വലിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിൽ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഒന്നുകൂടെ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കെട്ടി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള യാണ് കട്ട് ചെയ്ത് ഒന്ന് വലിച്ചൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്രോഷ്യ ഹാർട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ക്രോഷ്യ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്കാണിത്. ഇതേപോലെ തന്നെ ഞാൻ വൈറ്റ് കളറിലും റെഡ് കളറിലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ, കുറേ ദിവസം കഴിഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ നിങ്ങൾ വെക്കേഷന് പഠിച്ചതാന്ന് പറഞ്ഞിട്ട് ഈ ക്രോഷ്യ ഹാർട്ട് അവർക്ക് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും.